വോട്ട് പെട്ടിയിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിൽ ചിഹ്നങ്ങൾ ഒരു പ്രധാന ഘടകമാണ്. എല്ലാ പാർട്ടിക്കാർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നം നൽകാറുണ്ട്. അംഗീകൃത പാർട്ടികൾക്ക് സ്ഥിരമായ ചിഹ്നങ്ങളും മറ്റു പാർട്ടികൾക്ക് താത്കാലിക ചിഹ്നങ്ങളും. തുടക്കം മുതൽ ഇന്നേ വരെ ചിഹ്നം മാറാത്ത പാർട്ടി ഇന്ത്യയിൽ CPI മാത്രമാണ്. ഇലക്ഷനിൽ മത്സരിക്കാൻ തുടങ്ങിയ മുതൽ അവരുടെ ചിഹ്നം അരിവാൾ നെൽക്കതിരാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ CPMന്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രമായി മാറി. ഇന്നും അത് നിലനിൽക്കുന്നു. മുസ്ലിം ലീഗിന്റെ ചിഹ്നം കേരളത്തിൽ കോണിയാണ്. ലീഗിന്റെ നയം വ്യക്തമാക്കുന്ന ഒരു ചിഹ്നമാണ് കോണി എന്ന് പരിഹസിക്കുന്നവരുമുണ്ട്. എവിടെയും ചാരി വെക്കാതെ നിലനിൽപ്പില്ലെന്നർത്ഥമുള്ളതാണല്ലോ കോണി. ലീഗിലെ പിളർപ്പിന് ശേഷം വന്ന അഖിലേന്ത്യാ ലീഗിന് കിട്ടിയ ചിഹ്നം തോണിയായിരുന്നു. ബോട്ട്, വഞ്ചി തുടങ്ങി വിവിധ പേരുകളിലാണ് മധ്യ കേരളത്തിലും ദക്ഷിണ കേരളത്തിലും ഈ ചിഹ്നം അറിയപ്പെട്ടത്. ചിഹ്നങ്ങൾ പലപ്പോഴും വില്ലന്മാരാകാറുണ്ട്. എതിർ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അപരന്മാർ സാമ്യമുള്ള ചിഹ്നങ്ങൾ വയ്ക്കുമ്പോൾ ആശയക്കുഴപ്പത്തിലാകുന്ന വോട്ടർമാർ വോട്ട് മാറിക്കുത്തുന്ന അവസ്ഥയും ഉണ്ടാവാറുണ്ട്. ചിഹ്നങ്ങളെ പോലെ തന്നെ ഏറ്റവും ഭീകരമാണ് അപരന്മാർ. അപരന്മാർ ഒരിക്കൽ ആലപ്പുഴയിൽ VM സുധീരനെ തോൽപ്പിച്ചതാണ്. ഡോക്ടർ മനോജിനോട് സുധീരൻ തോറ്റത് അപരൻ വോട്ട് പിടിച്ചത് കൊണ്ടാണ്. അതുപോലെ തന്നെ കണ്ണൂരിൽ സുധാകരനും കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അപരൻ വോട്ട് പിടിച്ചത് കാരണം പരാജയപ്പെട്ടിരുന്നു. അപരന്മാരുടെ ശല്യം എക്കാലത്തും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന 77-ലെ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും ജയപ്രകാശ് നാരായണനൊപ്പം നിന്ന് ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തപ്പോൾ കേരളം ഒന്നടങ്കം ഇന്ദിരാഗാന്ധിക്കാണ് വോട്ട് ചെയ്തത്. 77-ലെ തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 ലോകസഭാ സീറ്റും ഐക്യമുന്നണി കരസ്ഥമാക്കി. അതിന് പ്രധാന കാരണം അന്ന് സോഷ്യൽ മീഡിയ സജീവമല്ലായിരുന്നു. തുർക്കുമാൻ ഗേറ്റിൽ അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധിയും ജഗ്മോഹനും ചേർന്ന് നടത്തിയ കുടിയൊഴിപ്പിക്കലും കുടുംബാസൂത്രണ അതിക്രമങ്ങളും ദുരന്തങ്ങളും കേരളത്തിൽ കാര്യമായി ചർച്ചയായില്ല. സാമൂഹിക മാധ്യമങ്ങൾ ഇല്ലാതിരുന്ന അക്കാലഘട്ടത്തിൽ നേതാക്കന്മാർ ജയിലിലായാൽ ജനങ്ങളെ അറിയിക്കാനുള്ള പ്രധാന മാർഗം ശ്രീലങ്കൻ റേഡിയോ ആയിരുന്നു. ശ്രീലങ്കൻ റേഡിയോയിലെ ചലച്ചിത്ര ഗാനങ്ങളുടെ കൂട്ടത്തിൽ ഈ ഗാനം ആവശ്യപ്പെട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പിണറായി വിജയൻ എന്നൊക്കെ പറയുമ്പോൾ അണികൾക്ക് മനസ്സിലാകും പിണറായി വിജയൻ തടവിലാണെന്ന്. അങ്ങനെയായിരുന്നു അക്കാലത്ത് നേതാക്കന്മാർ ജയിലിലാകുന്നത് ജനങ്ങളെ അറിയിച്ചിരുന്നത്. വോട്ട് പെട്ടി വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.